പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. പ്രിയ മക്കളെ, ദാവീദിന്റെ താക്കോലിനെ കുറിച്ച് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ലാണ്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഈ പ്രവചനം നിറവേറിയതായിട്ടാണ് ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ വായിച്ച വാക്യം. അതായത് അത് യേശുവിനെ കാണിച്ചിരിക്കുകയാണ്. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആരും തുറക്കാത്തത് തുറക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കൈവശം ഒരു താക്കോലുണ്ട്. ആ താക്കോൽ കൊണ്ട് ആർക്കും തുറക്കാൻ കഴിയാത്ത പൂട്ടുകൾ തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ താക്കോൽ കൊണ്ട് തുറന്നാൽ പിന്നെ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വന്ന ഓരോരുത്തരെയും ആരെല്ലാം ഏതു തരം പൂട്ടുകൊണ്ട് പൂട്ടിയാലും കർത്താവിൻ്റെ കയ്യിൽ ദാവീദിന്റെ താക്കോൽ ഉള്ളത് കൊണ്ട് അത് തുറക്കാൻ ആരും തുറക്കാത്തത് കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. നമ്മൾ പറയും, എനിക്കൊരു വാതിൽ തുറന്നു കിട്ടുന്നില്ല, ഹല്ലേലൂയ, എൻ്റെ വാതിൽ അവരെ അടച്ചു എന്ന്. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുള്ള വാതിൽ തുറക്കുവാൻ, കർത്താവിൻ്റെ കയ്യിൽ ഹല്ലേലൂയ തുറക്കുക, അതായത് ഉള്ള ചാവി വെച്ചത് ഹല്ലേലൂയ പൂട്ട് വെച്ച് തുറക്കുവാൻ കഴിയാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ. മനുഷ്യർ അടച്ചാൽ അത് തുറക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരത്തിലാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും ഏൽപ്പിക്കുന്നതെങ്കിൽ, ദൈവസന്നിധിയിലാണ് അത് പങ്കുവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാതിൽ തുറന്നു തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ. അടയ്ക്കുവാനും തുറക്കുവാനും കഴിവുള്ള യേശുവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന് ആകാശത്തെ അടയ്ക്കുവാനും അനുഭവം അതായത് ഭൂമിയുടെ അനുഭവം തരാതിരിക്കുവാനും കഴിയും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, ഗർഭത്തെ അടയ്ക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-5 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവ ഹന്നയുടെ ഗർഭത്തെ അടച്ചതായിട്ട്. ഹല്ലേലൂയ. അടുത്തത് സങ്കീർത്തനം 139-4 നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, മുമ്പും പിമ്പും അടയ്ക്കുന്നതായിട്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എന്തെങ്കിലും കാരണമില്ലാതെ നമ്മുടെ ദൈവം ആരുടെ വഴി അടയ്ക്കുകയില്ല. ഹല്ലേലൂയ. ഒരു വഴി അടച്ചാൽ മറുവഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഹന്നയുടെ ഗർഭം അടച്ചെങ്കിൽ നമുക്ക് പിന്നീടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൾക്കൊരു തലമുറയെ കൊടുത്തതായിട്ട്. ഹല്ലേലൂയ. അവൾ കരഞ്ഞതിന്റെ ഫലമായിട്ട് അവൾക്ക് ഹല്ലേലൂയ തലമുറയെ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പും പിൻപും വാതിലുകൾ മനുഷ്യരടയ്ക്കുമ്പോൾ ഹല്ലേലൂയ തുറന്നു തരുവാൻ കഴിവുള്ള കർത്താവ്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു തന്ന് നമ്മളെ സഹായിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, തുറക്കുന്ന ദൈവം കൂടെയാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യരടച്ചു വെച്ചാൽ അത് തുറന്നു തരുന്ന നമ്മുടെ ദൈവം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നതായിട്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 5:19 രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസിനെ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ ഹല്ലേലൂയ അവിടെ നടന്നതെല്ലാം നോക്കൂ, കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. അതുപോലെ തന്നെ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണാം, കാരാഗൃഹ വാതിൽ സ്വതവേ തുറന്നു കൊടുത്തതായിട്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം ഏതെല്ലാം വാതിൽ അടച്ചു വെച്ചാലും തുറന്നു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെ തുറന്നുപോയി. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ആമത്തിൽ ഹല്ലേലൂയ പൂട്ടിയപ്പോഴും പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ കാരാഗൃഹ വാതിൽ തുറന്നു തരുന്ന നല്ലൊരു പിതാവാണ് നമുക്ക് വേണ്ടിയുള്ളത്. പ്രിയ ദൈവമക്കളെ, നാം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം, ഹല്ലേലൂയ എവിടെ പൂട്ടിയാലും ഒരുവൻ കർത്താവ് നമ്മുടെ അടുക്കൽ വന്നാൽ ഏത് വാതിലും തുറന്നു തരും. ഹല്ലേലൂയ.
ഏതെല്ലാം പൂട്ടുകളിലിട്ട് എങ്ങനെയൊക്കെ ഇരുമ്പ് വാതിലൊക്കെ എങ്ങനെയൊക്കെ അടച്ചു വെക്കട്ടെ, ഹല്ലേലൂയ, ഏത് വാതിലും നമുക്ക് വേണ്ടി തുറന്നു തരുന്ന നല്ലൊരു പിതാവാ ഇന്ന് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7:56 കാണാം, സ്വർഗം തുറന്നതായിട്ട്. ഹല്ലേലൂയ. സ്തെഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ മരണത്തിന് മുമ്പ് സ്വർഗം തുറന്നതായി കാണപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നമുക്ക് വ്യക്തമായി തരുന്ന എന്താ? ദൈവസഭയുടെ ആദ്യ രക്തസാക്ഷി കല്ലേറേൽക്കുമ്പോൾ സ്വർഗം തുറന്നത് ഞാൻ വിശ്വസിച്ച സ്വർഗം സത്യമാണെന്ന് തെളിയിക്കുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10:11 ആകാശം തുറന്നിരിക്കുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത് പത്രോസ് പറഞ്ഞിരിക്കുകയാണ്. ഇത് വ്യക്തമാക്കി തരുന്നത് എന്താ? യഹൂദേതര ജാതികളെ വെറുപ്പായി കണ്ട പത്രോസിനെ ഏത് ജാതിയിൽപ്പെട്ടവനെയും ദൈവം അംഗീകരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ പ്രിയ മക്കളെ, ആർക്കും വന്നുകൂടുവാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 9-ാം അധ്യായം 40 കാണാൻ സാധിക്കുന്നുണ്ട്, തബീതയുടെ കണ്ണ് തുറന്നതായിട്ട്. ഹല്ലേലൂയ. നോക്കൂ, തബീതയെ ഉയർപ്പിക്കുകയാണ് പത്രോസ് ചെയ്തത്. മരിച്ചു കിടത്തിയിരുന്ന തബീതയുടെ അടുക്കലേക്ക് പത്രോസ് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ തബീത കണ്ണു തുറന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, മരിച്ചവരുടെ കണ്ണു തുറക്കാറില്ല, ഏതടച്ച കണ്ണും തുറക്കുവാൻ ശക്തിയുള്ള ദൈവമാ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. അടച്ച വാതിലുകൾ തുറക്കുവാൻ, അടഞ്ഞ കണ്ണുകൾ തുറക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയ മക്കളെ, അപ്പോസ്തല പ്രവൃത്തി 14:27 വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ജാതികൾക്ക് ദൈവം വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. യേശുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവസന്നിധി കടന്നു വരുവാൻ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. പ്രിയ മക്കളെ, അത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 19 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഏതു സമയത്തും അടുത്ത് ചെല്ലുവാൻ പറ്റുന്ന ഹൃദയവാതി തുറന്നു തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഹൃദയം തുറന്നു കൊടുത്തതായിട്ട്. ഹല്ലേലൂയ. ലുദിയായുടെ ഹൃദയം കർത്താവാണ് തുറന്നത്. ഹല്ലേലൂയ. ലുദിയയുടെ ഹൃദയം തുറന്നത് മൂലം പ്രിയ മക്കളെ, യൂറോപ്പിൽ ദൈവസഭ വളരുവാനിടയായി. ഹല്ലേലൂയ. ഒരാളുടെ ഹൃദയം തുറന്നാൽ ഹല്ലേലൂയ, ജാതിമത ഭേദമന്യേ ഹല്ലേലൂയ നമ്മൾ ഇടപെടുന്ന ജീവിതങ്ങൾ പോലും വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നമുക്ക് തുറക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മുടെ വാതിലുകൾ തുറന്നു വെക്കാം. ഹല്ലേലൂയ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പല വാതിലുകളും നമ്മൾ ഹല്ലേലൂയ നമുക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് തുറന്നു തരുവാൻ, നമുക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു തരുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രീതി മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരത്തിലാണ് എൻ്റെ വിഷയം വെച്ചിരിക്കുന്നത്, ഇതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണോ? ദൈവസന്നിധി നമ്മൾ മുഴങ്കാൽ മടക്കുകയാണോ? കർത്താവിനോട് നമ്മുടെ അപേക്ഷകൾ ഓരോന്നും ഹല്ലേലൂയ പറയുകയാണോ? അവിടെ നമുക്ക് അത്ഭുത വിടുതൽ കാണുവാൻ സാധിക്കും. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അനേക വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ തുറക്കുവാൻ കഴിവുള്ള താക്കോലുള്ള കർത്താവിന്റെ കരത്തിൽ വിഷയം വെക്കുക. ഹല്ലേലൂയ. ഇന്ന് അത്ഭുത വിടുതൽ ഓരോ മക്കളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ എൻ്റെ ദൈവം ഇടയാക്കണമേ. കർത്താവേ, ഈ വചനത്തിൽ ഓരോരുത്തരും ഉറയ്ക്കുവാൻ ഇടയാകണം. കർത്താവേ, അത്ഭുതം ചെയ്യണമേ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. വിശ്വാസത്തോടെ ഓരോ മക്കളുടെയും ചുവടുവെപ്പാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിരുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.